എൽ ജിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. LG W10 അൽഫ. നമ്മുടെ ചാനലിൽ മുമ്പ് പല ഫോണുകളെയും പറ്റിയിട്ട് മോശം ഫോണുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഫോണുകളിൽ വരെ എടുത്തു പറയേണ്ട എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സെങ്കിലും ഉണ്ടാവാറുണ്ട്. 5000 mAh ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും. പക്ഷേ LG W10 അൽഫയിൽ അങ്ങനെയല്ല. ഏതൊരു സെക്ഷൻ നമ്മൾ എടുത്തു നോക്കിയാലും വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ഫോണിൻ്റെ വിലയാണെങ്കിൽ വളരെ കൂടുതലും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LG W10 അൽഫയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 5.71 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ സാധാരണ 6 ഇഞ്ചിൻ്റെയും 6.5 ഇഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന സ്ക്രീൻ സൈസാണ് നമുക്ക് ലഭിക്കാറ്. എന്നാലും ചിലവർക്കൊക്കെ ചെറിയ സ്ക്രീൻ സൈസുള്ള ഫോണുകൾ ഇഷ്ടമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഫോണിൽ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഫോണുകൾ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്. പിന്നെ 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് ലഭിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 86.83% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളിലും നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല എന്നുള്ളത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ unisoc SC9863 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ട് പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുമ്പം മിനിമം ബഡ്ജറ്റ് 6000 രൂപയെങ്കിലും വെക്കാറുണ്ട്. unisoc എന്നുള്ളത് 6000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള unisoc SC9863 എന്നുള്ള പ്രോസസ്സർ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത് ഐറ്റൽ എന്ന കമ്പനിയുടെ വിഷൻ 1 എന്നുള്ള ഫോണിലാണ്. ആ ഒരു ഫോണിൻ്റെ വില വന്നിരുന്നത് 5500 രൂപ മാത്രമാണ്. മാത്രമല്ല ആ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 3 GB റാമാണ് ലഭിക്കുന്നത്. 32 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ 3 GB റാമും 32 GB ഇൻറ്റേർണലും മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ Android 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് ഒരു സിംഗിൾ ക്യാമറ സെൻസറാണ് ലഭിക്കുന്നത്. 8 മെഗാ ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരെ ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ മെയിൻ സെൻസർ 48 മെഗാ ആയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഈ ഫോണിൽ നമുക്ക് 8 മെഗാ ക്യാമറ ലഭിക്കുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു സെൻസറുമല്ല. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3450 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഇത് കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും നമുക്ക് 4000 mAh ബാറ്ററിയെങ്കിലും ലഭിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫോണിൽ ബാക്കിയുള്ളതൊക്കെ മോശം സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ 5000 mAh ബാറ്ററി കൊടുക്കായിരുന്നു. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 7.5 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 7.5 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ലഭിക്കുന്നുള്ളൂ. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോർ വഴി നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ മോശം ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിലയാണെങ്കിൽ വളരെ കൂടുതലും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 5000-6000 രൂപ പ്രൈസ് റേഞ്ചിൽ വരേണ്ട ഒരു ഫോണായിരുന്നു. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഒരു ഫോൺ എടുക്കുമ്പം ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറയാം വേണ്ട എന്നുള്ള കാര്യം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.